ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാൻ പറ്റുമോ? നമ്മളുടെ ക്ലാസ് 9 CBSEയുടെ ഈ ഒരു ന്യൂ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് 8th ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ വെറുതെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ 3rd ചാപ്റ്ററിന്റെ 2 സ്ക്രീൻഷോട്ട്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ നോക്ക്, ബ്രഹ്മഗുപ്താസ് റൂൾ, ദെൻ ഇവിടെ വേറെ റെവല്യൂഷൻ ഓഫ് ശൂന്യ, ഫിലോസഫി ടു മാത്തമാറ്റിക്സ്. ഇതെന്താ ഹിസ്റ്ററി ആണോ? ആക്ച്വലി ഇതുപോലെയാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്റർ സ്കൂൾസിൽ തുടങ്ങിയിട്ടുണ്ടാവും. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ ഓരോ ടെക്സ്റ്റുവൽ എക്സസൈസും വരുന്നത് എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്ക് ഒരു സ്റ്റോറി പോലെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ ഏതാണ് ക്വസ്റ്റ്യൻ, ഏതാണ് തിയറി, ഏതാ പഠിക്കേണ്ടതെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടന്റ് കുറച്ച് കുറവായിരുന്നു, നമുക്ക് കുറച്ച് നല്ല രസമുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻ കുറച്ച് പ്രശ്നമാണ്. പക്ഷെ സെക്കൻഡ് ചാപ്റ്ററിൽ എത്തുമ്പോൾ നമ്മളുടെ കണ്ടന്റും കൂടി ക്വസ്റ്റ്യൻ്റെ ആ ഒരു ക്വസ്റ്റ്യനും കൂടി. ഇനി 3rd ചാപ്റ്റർ ആണെങ്കിൽ ഇവനാണ്. ആക്ച്വലി ഈ 3rd ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ്? നമ്മുടെ നമ്പർ സിസ്റ്റം, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, അങ്ങനെ നമ്പർ സിസ്റ്റം പഠിച്ചാൽ മാത്രം മതി. പക്ഷെ നിങ്ങൾക്ക് ഇത് തന്നത് വലിയൊരു ഹിസ്റ്ററിയിലൂടെ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തരുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താ പ്രശ്നം പറ്റാന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റൂല. എക്സാമും അതുപോലെ ടെക്സ്റ്റ് ബുക്കും രണ്ടും 2 രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന രീതിയിലല്ല നിങ്ങൾക്ക് എന്ത് തന്നിട്ടുള്ളത്, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എക്സസൈസ് തന്നിട്ടുള്ളത്. നമുക്ക് അവസാനത്തിൽ ഒരു എൻഡ് ചാപ്റ്റർ എക്സസൈസ് മാത്രം, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കോൺസെപ്റ്റുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം നമ്മളുടെ CBSEയിൽ ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മളുടെ എക്സാമിന് ഫുൾ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരിക്കില്ല, കോൺസെപ്റ്റ് ലെവലും ഉണ്ടാവും, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മക്കൾ ഇതാ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളുടെ ഈ ഒരു ഇയർ തുടങ്ങിയിട്ട് ഒരു 1 month കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഒരു തുടക്കത്തിൽ നിങ്ങൾ എന്താണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രശ്നം, എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത്, നമ്മളുടെ എക്സാമിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ എക്സാമിൽ വന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഈ എക്സാമിനെ നിങ്ങൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനിതാ കൃത്യം 7 PM അടുത്ത മൺഡേ, ജൂലൈ 6th മൺഡേ കറക്റ്റ് 7 PM ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ നമ്മളുടെ കമന്റ് ബോക്സിൽ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിന് മുകളിലായിട്ട് വെബിനാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വെബിനാറിൽ മക്കളെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് ഇതിന്റെ സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നിങ്ങൾ ടൈം ടേബിൾ നിങ്ങളുടെ സെറ്റ് ചെയ്യണം, മാത്സിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, മാത്സിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ തുടങ്ങിയിട്ട് മാത്സിന്റെ A to Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. സോ മക്കൾ കറക്റ്റ് 7 മണിക്ക് ജൂലൈ 6 നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വരിക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, രജിസ്റ്റർ ചെയ്യാൻ പറയാം. ആൻഡ് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ വെബിനാറിൽ വരാം. നമുക്ക് വെബിനാറിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.